ഹോം മെയ്ഡ് ക്രീം നമുക്ക് നോക്കാം കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം റെഡിയാക്കാൻ നമ്മളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ടാണ് ഈ ഒരു ക്രീം നമ്മൾ പറഞ്ഞു തരുന്നത്. വളരെ നാച്ചുറലായിട്ടാണ് ഈ ക്രീം വരുന്നത്. ഈ ക്രീം നമുക്ക് എല്ലാവർക്കും, റിങ്കിൾസ് ഉള്ളവർക്കും പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും, അതല്ല സ്കിന്നിന് വേറെ എന്താണ് ഡ്രൈനെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ക്രീം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ, ടാൻ, അതുപോലെ തന്നെ ഡ്രൈനെസ്, റിങ്കിൾസ് എല്ലാത്തിനുമുള്ള ഒരു ഒറ്റ സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു ക്രീം എന്നുള്ളത്. എനിക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത്രയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് എനിക്ക് അറിയിക്കണം, ഇത് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അറിയിക്കുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് എന്താണ് ഈ അടിപൊളി ക്രീം എന്നുള്ളത് നോക്കുക. ഇത് പാക്കായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ക്രീമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഹോം മെയ്ഡ് ക്രീം എല്ലാ സൊല്യൂഷനും, ഇനിയിപ്പോൾ നമ്മുടെ സ്കിന്നിൽ വേറെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മളിത് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് തോന്നുന്നത്, നമുക്ക് ചിലവർക്ക് തോന്നുന്നു എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വലിച്ചു നീട്ടാതെ നമുക്ക് ക്രീം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. അപ്പോൾ ക്രീം പറഞ്ഞുതരാം. നമുക്കതിനായിട്ട് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്. കുറച്ച് സാഫ്രോൺ, കുങ്കുമപ്പൂ കുറച്ചെടുക്കുക. നമ്മളിപ്പോൾ പുറത്തൊക്കെ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളി, നമ്മളിവിടെ ചിലപ്പോൾ ഷോപ്പിലൊക്കെ മേടിക്കുന്ന കുങ്കുമപ്പൂ എത്രത്തോളം ഒക്കെയാണെന്ന് അറിയില്ല, എന്നാലും നല്ലത് മേടിക്കുക കേട്ടോ. നല്ല കുറച്ച് കുങ്കുമപ്പൂ വേണം. നമുക്ക് 15 മുതൽ 20ഓളം ആൽമണ്ട് എടുക്കുക, അതായത് ബദാം എടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ബദാം ഒന്ന് 7 to 8 മണിക്കൂർ തലേ ദിവസം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതായത് ഒരു 7 to 8 മണിക്കൂർ, അതായത് ഒരു തലേന്ന് നമ്മൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ സാഫ്രോൺ, അതായത് നമ്മൾ കുങ്കുമപ്പൂ വളരെ കുറച്ചെടുക്കുക. നമ്മളൊരു സ്പൂണിൻ്റെ അല്ലെങ്കിൽ ചുമ്മാ ഒരളവ് ഒരു കുറച്ച് എടുക്കുക. അത് നമുക്ക് 15 മുതൽ 20 ml റോസ് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നത് കുറച്ചും കൂടി ബെറ്ററാണ്. പറ്റുമെങ്കിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വയ്ക്കാം. ഒന്നുകിൽ റോസ് വാട്ടർ എടുക്കുക അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഞാൻ അതിന് വേണ്ടിയിട്ട് അയ്യോ വീട്ടിൽ റോസ് വാട്ടർ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. മിനറൽ വാട്ടറിൽ നല്ല വെള്ളത്തിൽ, ക്ലീൻ ആയിട്ടുള്ള നല്ല വെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ 15 to 20 ml മാത്രം എടുത്താൽ മതി കേട്ടോ. കുറച്ച് റോസ് വാട്ടറിൽ ഒന്ന് ഇട്ട് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്കിതെടുക്കാം. എന്നിട്ട് നമ്മളുടെ ആൽമണ്ട് കറക്റ്റായിട്ട് പീൽ ചെയ്യുക. അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വളരെ കുറേ വെള്ളം ആവരുത് കേട്ടോ. എന്നാലും ഒത്തിരി പേസ്റ്റും വേണ്ട, ഒത്തിരി പേസ്റ്റായിട്ടും വേണ്ട. ഇത് അടിച്ച് വരാനുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു മിഡിലിൽ നിർത്തിക്കൊണ്ട് ഒന്ന് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇത് നമ്മളൊരു വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, തുണിയില്ലാതെ ഇത് തോർത്ത് പോലത്തെയൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ക്ലോത്തിൽ നമ്മൾ അടിച്ച നമ്മുടെ ആൽമണ്ട് എടുക്കുക. അത് നല്ലപോലെ, ഒരുപാട് വെള്ളമല്ല, ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ, ഒരു മീഡിയം ഇതിൽ നിർത്തിക്കൊണ്ട് വേണം എടുക്കാനായിട്ട്. അത് നല്ലപോലെ ക്ലോത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാറ്റി വയ്ക്കുക. ദെൻ ആ ജ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആൽമണ്ടിൻ്റെ ഇത് മാത്രം എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ സഫ്രോൺ മിക്സ് ചെയ്യുക. അതായത് നമ്മൾ സഫ്രോൺ അത് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, നമ്മളുടെ കുങ്കുമപ്പൂ നമ്മളുടെ റോസ് വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. അവിടെ കുങ്കുമപ്പൂ വേണ്ട, അതിൻ്റെ നീര് മാത്രം, ആ സോക്ക് ചെയ്ത് കിട്ടുന്ന ഒരു നീര് മാത്രം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് വേണം. അലോവേറ ജെല്ല് ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് നമ്മളൊരു ക്രീമാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇതൊരു പാക്കായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, ഒരു ക്രീമായിട്ട് തന്നെ കാണണം. 4 ടേബിൾ സ്പൂൺ നമുക്ക് അലോവേറ ജെല്ല് എടുക്കുക. അതിലേക്ക് നമുക്കൊരു 7 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ എടുക്കാം. 7 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം ഓയിൽ. കാരണം ബദാം ഓയിൽ ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ
കുഴപ്പമില്ല, പക്ഷേ അത് വേണം, അതും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു റിസൾട്ട്. ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഒത്തിരി സ്കിന്നിൽ ഭയങ്കര പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയും, നമ്മുടെ എന്തൊക്കെ നമുക്ക് സ്കിന്നിൽ റിങ്കിൾസിൻ്റെയും ഡ്രൈനെസ്സിൻ്റെയും അങ്ങനെയുള്ള എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഇത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിച്ച് തന്നെ ചെയ്തോളൂ. ആൽമണ്ട് ഓയിൽ എടുക്കണം, 7 ഡ്രോപ്പ് എടുക്കുക കേട്ടോ, 7 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ എടുക്കുക. അതിലേക്ക് നമ്മളുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്കറിയാം ഷോപ്പുകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. അത് ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര സ്കിൻ ഓയിലി ആണ്, ചിലവർക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുമ്പോൾ അത്രയും എന്താ പറയുക ഓക്കെ ആവില്ല ചിലവർക്ക്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നമുക്ക് അലോവേറ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, ചിലവർക്ക് അലോവേറ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, സ്കിന്നിന് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. അതുപോലെ വൈറ്റമിൻ ഇ പ്രശ്നം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ അതും കൂടി വരണം. വൈറ്റമിൻ ഇ ഒരു ക്യാപ്സ്യൂളേ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ അതായത് ശരിക്കും ഒരു ക്രീമായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒത്തിരി വിലയുള്ള ക്രീമുകളെല്ലാം നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നവരാണ്. അവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ക്രീം ഉണ്ടല്ലോ, എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രമാത്രം ഇത് നാച്ചുറലായിട്ടുള്ളൊരു ക്രീമാണ്, അത്രയും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിന് മുമ്പായിട്ട് ഓക്കെ, ഇപ്പോൾ ഇവിടം വരെ എത്തി, ഇനി ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും കൂടി പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പെട്ടെന്ന് ഓർത്തപ്പോൾ പറയുവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെയർ കെയറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ മേക്കപ്പിൻ്റെ സെൽഫ് മേക്കപ്പ് ന്യൂഡ് സ്റ്റൈലിൽ ഞാൻ ചെയ്ത് കാണിച്ചു എങ്ങനെയാണെന്ന്. ഒരു 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ സ്കിൻ കെയർ കുറിച്ചിട്ട്, സ്കിൻ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്, സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, അതുപോലെ ഹെയർ കെയറിൻ്റെയൊക്കെ. അപ്പോൾ ഇതിലേക്ക് കയറാൻ പറ്റിയില്ല എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു നല്ല അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3 ക്ലാസ്സും നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ 3 ക്ലാസ്സും നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. സ്കിൻ കെയറിൻ്റെ, ഹെയർ കെയറിൻ്റെ, ഹെയർ കെയർ എന്നുള്ളതല്ല, സ്കിൻ കെയർ ഉണ്ടാവും, അതുപോലെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, സ്കിന്നിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊഡക്ട്സ് നോളജും ഡൗട്ട്സും എല്ലാം തന്നെ A to Z കാര്യങ്ങളുണ്ടാവും. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കിന്നിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും, എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിൻ്റെ അത്രയും അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്തവർ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നുള്ളത്. അതുണ്ട്. അതുപോലെ മേക്കപ്പ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ 3 ക്ലാസ്സും എടുക്കണമെന്ന് താല്പര്യമുള്ളവർ കംപ്ലീറ്റ് നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 699 ആണ് നമ്മളുടെ ഫീസ് വരുന്നത്. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്ലാസ്സും ഇപ്പോൾ ഒരു 1 വീക്ക് ഓഫറിലാണ് ഇത് പോകുന്നത് കേട്ടോ. ഓരോ ക്ലാസ്സിനും ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം 399, അതേ 400 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ 1200 ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് 3 ക്ലാസ്സും കൂടെ 699 ഒരു 7 ഡേയ്സ് ഓഫറിൽ പോകുന്നുണ്ട്. കംപ്ലീറ്റ് നോട്ട്സും പ്രൊഡക്ട്സ് നോളേജും എല്ലാം തന്നെ ഉണ്ടാവും. കൂടാതെ ഡൗട്ട്സ് ക്ലിയർ സെഷൻ ലൈവായിട്ട് നമ്മൾ വേറെയും വയ്ക്കും. അപ്പോൾ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ആണ്, അപ്പോൾ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് കാണാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പറ്റും. അത് കൂടാതെ ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ 3 ക്ലാസ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് കിട്ടാത്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 699 ആണ് വരുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യാം. കാരണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ സ്കിൻ എന്താണ്, നമ്മളുടെ ഹെയർ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഇതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ക്ലാസ് മാത്രമല്ല, അതിൽ എല്ലാ പ്രൊഡക്ട്സും, നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ള എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റും നമ്മൾ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഹെയർ കെയറിൻ്റെയും ഹെയർ സെറ്റിങ്സും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും എല്ലാം അതിൽ വരുന്നുണ്ട്. മേക്കപ്പും നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനും പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം നമ്മളുടെ ഫേസ്
ക്രീമിലേക്ക് വരുവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ക്രീം ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ക്രീം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. 2-3 പ്രാവശ്യം നിങ്ങൾക്കിത് ക്രീമായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്രീമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2-3 പ്രാവശ്യമൊക്കെ നമുക്കിതിടാം, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 15 തൊട്ട് 20 ദിവസം വരെ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 15 മുതൽ 20 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ ചീത്തയാവാതെ ഇരിക്കും. ഇത് ഡെയിലി നമ്മൾ ക്രീമായിട്ട് അപ്ലൈ ചെയ്തു, നൈറ്റ് ക്രീമായിട്ടും കൊടുക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷവും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഡേ ടൈമിൽ കൊടുക്കാം, രാവിലെ ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാകുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. 15 മുതൽ 20 ദിവസം കൊണ്ട് തന്നെ സൂപ്പർബായിരിക്കും നമ്മളെ സ്കിൻ. അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് ഒരു വ്യത്യാസമില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് അറിയിക്കുക തന്നെ വേണം കേട്ടോ. അത്രമാത്രം റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ ഇത് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് ക്രീമായിട്ട് തന്നെ യൂസ് ചെയ്യുക. ദിവസവും 2-3 പ്രാവശ്യം ചെയ്യാം. നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. 15 മുതൽ 20 ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുമ്പോൾ 15 മുതൽ 20 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. ചീത്തയൊന്നും ആവത്തില്ല. അടിപൊളി റിസൾട്ടാണ്. കെമിക്കലൊന്നും തന്നെ ഇല്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഒത്തിരി, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ഒരുപാട് പേര് പറഞ്ഞു ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാറ്റിനും ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഓരോ വീഡിയോസും ഞാൻ ചെയ്യുമ്പോഴും അത്രയും ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ഓരോ വീഡിയോസിലൂടെയും ബെറ്റർ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു രീതിയിലും മോശമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുത്ത പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത്രയും റിസൾട്ട് എന്നെ പുറത്ത് വെച്ചൊക്കെ കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, മാം പറഞ്ഞ പ്രൊഡക്റ്റ് മേടിച്ച് ഭയങ്കര റിസൾട്ടാണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ചേഞ്ച് വന്നിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. എത്രയോ പേര് പറയുന്നുണ്ട്, മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒത്തിരി മാറ്റം എൻ്റെ സ്കിന്നിന് വന്നു എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും. അതുപോലെ സ്വന്തമായിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ പഠിച്ച ആൾക്കാരുണ്ട് നമ്മുടെ ക്ലാസ് കണ്ടിട്ട്, എല്ലാം സ്വന്തമായിട്ട്. അപ്പോൾ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, അത്രയും അറിവ് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടിരിക്കുക, എടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 3 ക്ലാസ്സും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 3 ക്ലാസ്സും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് കാണാം. റെക്കോർഡഡ് ആണ്, നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഡൗട്ട്സ് ക്ലിയർ സെഷൻ ഉണ്ട്, പ്രൊഡക്ട്സ് നോളേജ് ഉണ്ട്, പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞെന്ന ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്നുകൂടെ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.